ഹലോ, ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് അടുത്തൊരു പ്രോഗ്രാമിൻ്റെ ഒരുക്കത്തിനുള്ള സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോണത്. ലുലുക്കാണ് പോന്നിട്ടുള്ളത്. അതാക്കണം നമ്മൾ വേഗം സമയം എത്രയെന്നറിയോ, 1 മണി ആയിട്ടുണ്ട് കേട്ടോ. ആ പോകുന്ന സ്പീഡൊന്നും നോക്കണ്ട, അതുപോലെ റിട്ടേൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഉദ്ദേശിച്ച സാധനങ്ങളൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നേരെ വഫീല പോയെ ബാക്കി സാധനം വാങ്ങാനായിട്ട്. നാളത്തെ പ്രോഗ്രാമിനുള്ള ഉത്സാഹത്തിലാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഓടിച്ചാടി പിന്നാലെ ഞാനും കൂടിയിട്ടുള്ളത്. ഞങ്ങൾക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഇതാ ഈ കിടക്കുന്ന പഴം, മൈസൂർ പഴം. ചെറുപഴം ഭയങ്കര ഡിമാൻഡാണ്, അവിടെ എവിടെയും കിട്ടാല്ല, തീർന്നു പോയതായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വാഴൻ്റെ കാര്യങ്ങൾ. പെട്ടെന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങി. 1.5 ഹലോ, ഞങ്ങൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ. ഞങ്ങൾ താത്തമാരെല്ലാവരും എത്തിയിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് ഫുഡ് ഐറ്റംസ് ആയിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ വിഭവതയെന്നു കേട്ടോ ചിക്കൻ പൊരിക്കലായിരുന്നു. അതായത് സദ്യക്ക് ഒരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റം. അതുപോലെ തന്നെ സാമ്പാരം. സദ്യക്ക് എന്താ ചിക്കൻ പൊരിയും ചോദിക്കണ്ട കേട്ടോ. ഇവിടെ ചിക്കൻ്റെ ഫാൻസാണ്. ചിക്കനില്ലാതെ സദ്യ നടക്കൂല, അതുകൊണ്ടാണ് സദ്യക്ക് ചിക്കൻ വെച്ചത്. ബബൊക്കെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കുക കേട്ടോ. ഈ മക്കൾക്ക് ഫുഡ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ പപ്പാസാണ് മോസ്റ്റ്ലി ഐറ്റം ഏറ്റെടുക്കൽ. ഗ്ലാസ്, സ്പൂണ്, വെള്ളം, ചോറ്, പഴം, സാമ്പാർ. അതിലെന്താ രസോ സാമ്പാറോ? ഫുഡ് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ജെൻസ് ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ ഐറ്റം അല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ അവർ തന്നെ ആ ഐറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഓണം സെലിബ്രേഷൻസൊക്കെ എപ്പോഴും ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. കാരണം എല്ലാവരും പാടെ ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പരിപാടിയല്ലേ. എല്ലാവരും നല്ല സപ്പോർട്ടാണ്. കാരണം ഒരുപാട് കാലത്തിന് ശേഷിക്കാരൻ സദ്യ. പൊതുവേ ഈ ഓണത്തിനാണ് നമ്മൾ മെയിനായിട്ട് സദ്യ കഴിക്കൽ തന്നെ. ഈ വീഡിയോയിൽ തന്നെ ഞാൻ റാൻഡായിട്ട് എടുത്ത വീഡിയോസാണ്. അതിൽ തന്നെ എല്ലാവരും മുഖത്തെ സന്തോഷം കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. എല്ലാ സെറ്റിങ്സും റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2-3 ആൾക്കാർ വരാണ്ട് ബഷീറാക്കി മുജീബാക്കി നിർത്തിയിട്ടില്ല. അതുപോലെ വെയിറ്റ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ അതാക്കൂടെ നമുക്ക് കൊതിയായി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ എല്ലാവരും വന്നിട്ടില്ല. നമ്മൾ മക്കൾസിനെ കഞ്ഞി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്താണ്. വേറെ ആരും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഇല വിരിച്ചുകൊണ്ടിരിക്കേണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഹസ്ബൻഡ്സ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. നമ്മൾ സൈഡിൽ കാര്യം ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ ഒരു അതിന് പക്ക സപ്പോർട്ട് ചെയ്ത് ഓരോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ റിലാക്സ്ഡ് ആണ് കേട്ടോ. ഇതാ കുഞ്ഞക്കാക്കി മാനുപ്പാക്കി ഒരു സൈഡിൽ ചോറ് വിളമ്പിയും കൊണ്ട് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ കുഞ്ഞുമോകാക്ക് അതാക്കണം കൂട്ടാനിട്ടുകൊണ്ട് വരുന്നുണ്ട്. എല്ലാവരും ഇതാക്കണം, ഓരോരുത്തരും ഓരോ പാത്രമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ലേഡീസും കണ്ട് എടുത്തു കൊടുക്കുക, അവരിങ്ങനെ വിളമ്പുക. അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ മുജീബാക്കാനും മുഖത്ത് ആക്ച്വലി കേട്ടോ മൂപ്പര് സദ്യയുടെ ഉപയോഗിക്കണം. കാരണം മൂപ്പര് സദ്യയുടെ കാര്യം അറിഞ്ഞിട്ടില്ല. പരിപാടി ഉണ്ട് വരണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൂപ്പര് വന്നിട്ടുള്ളൂ. ഇവിടെ വന്നപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഈ സദ്യ കാണുമ്പോൾ തന്നെ ഈ ബാച്ചിലേഴ്സിനെ ഫാമിലി കൂടെ ഇല്ലാത്തവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇതൊന്നും എപ്പോഴും കിട്ടുന്ന കാര്യമല്ല. പിന്നെ ഹോംലി അല്ലേ, ഇവിടുന്ന് കടയിൽ നിന്ന് കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇങ്ങനെ ഇത്ര ഹോംലി ആയിട്ട് സദ്യ കിട്ടുക എന്നുള്ളതൊരു ഭയങ്കര ഒരു എന്താണെന്ന് പറയുക, ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഓണം കൂടുന്നത്. ഒരു യാമിമോൾ ഉള്ളതിൻ്റെ മുമ്പെയാണ്, അതായത് 2-3 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഞാൻ ഓണം ലാസ്റ്റായിട്ട് കൂടിയിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം ഇപ്പോഴാണ് കൂടുന്നത്. അതും ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഭയങ്കര സന്തോഷമായി. കാരണം എല്ലാവരും നാട്ടിലെ ഒരു ഓണത്തിൻ്റെ ഒരു ഉത്സവം തന്നെയായിരുന്നു. കാരണം നാട്ടിലുള്ള എല്ലാ ഫാമിലിയും ഭയങ്കര ചിരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ കേട്ട ബഹളം എന്താണെന്ന് നിങ്ങൾക്കറിയും. അതായത് സദ്യൻ്റെ സൈഡിൽ ഒരാൾക്കുള്ള സ്ഥാനം കൊടുത്തത് ഇഷ്ടമാകാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങളായിരുന്നു കേട്ടോ. അതായത് ചിക്കൻ വെച്ചല്ലോ സദ്യ അല്ലേ എന്നുള്ളൊരു കോൺട്രവേഴ്സിയാണ് പടം നടന്നുകൊണ്ടിരിക്കുന്നത്. എണ്ണിയോ ഇഷമോളെ, എണ്ണിയോ? എത്ര എണ്ണ ഉണ്ട്? 30 ഉണ്ടോ? സദ്യ വിളമ്പൽ ഫൈനൽ ഘട്ടത്തിലെത്തിന് 2 കൂട്ടം പായസവും രസവും മോരും എല്ലാം കൂടെ വെക്കുകയാണ് കേട്ടോ. ഫൈനലായതിന് മക്കളാട്ടോ ഫുള്ള് ചാടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പപ്പാസൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്.
ഐറ്റംസ് കണ്ടപ്പോൾ ചിക്കൻ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു കുശിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിക്കന് എന്താണ് സദ്യയിൽ ചിക്കൻ എന്നെല്ലാം ചോദിക്കുന്നത്. പക്ഷേ എങ്കിൽ കഴിക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ചിക്കൻ തൊട്ടിട്ടാണ് എല്ലാവരും സദ്യ കഴിച്ചതെന്നുള്ള വേറെ രസകരമായിട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ജെൻസ് മാത്രമാണ് ഈ ട്രിപ്പിലിരിക്കുന്നത്. ഞങ്ങൾ മക്കൾസ് ഉമ്മമാരൊക്കെ അടുത്ത ട്രിപ്പിലിരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പ്ലാനിങ് കേട്ടോ. മമ്മ നിൽക്കൂല ഇവിടെ. എന്ത് ഇരിക്കണം വെള്ളം ഒഴിച്ചിട്ടില്ലേ അവിടുന്ന് പോയിട്ട് നല്ല അടിപൊളിയായിട്ട് എടുക്കണം. നിങ്ങൾ പോയൊക്കെ ശരി ശരി ശരി. ഓരോടെ കഴിക്കുന്നതിനനുസരിച്ച് ഓല ഇലയത്തെ സാധനം തീരുന്നതിനനുസരിച്ച് ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. 2 കൂട്ടം പായസം കണ്ടപ്പോൾ എൻ്റെ ക്ഷമ എല്ലാം നശിച്ചു. ഞാൻ വീഡിയോ ഒക്കെ ഒഴിവാക്കി ഇതായി ഞങ്ങോട്ട് വന്നു പായസം കുടിക്കാൻ വേണ്ടി വന്ന കേട്ടോ. ആദ്യം ഞാൻ എടുത്തത് അടപ്രഥമനായിരുന്നു. അത് വേറെ ലെവൽ സാധനമായിരുന്നു കേട്ടോ. അടപ്രഥമൻ വേറെ ലെവൽ സാധനം കേട്ടോ. എത്ര കുടിച്ചാലും മടുക്കാത്തൊരു ടേസ്റ്റുള്ളൊരു പായസം. ഞാൻ അത് തന്നെ പായസമൊക്കെ കുടിച്ച് ഫില്ല് ചെയ്തു. പായസം വേറെ ലെവലാണ്. പായസം ഇപ്പം തന്നെ കുടിക്കുന്നതിൻ്റെ ഒരു സയൻറ്റിഫിക് വേർഷൻ എന്താ പറയുക, ഇപ്പോൾ പായസം കുടിച്ചാൽ ശരിക്കും കുടിക്കാം. മറ്റേത് വയറ് നിറഞ്ഞാൽ പിന്നെ പായസം കുടിക്കാൻ പറ്റില്ല. സത്യമാണ്. ഞാൻ പായസം കുടിച്ച് വന്നപ്പോഴത്തേന് ഇവിടെ ഫുഡ് കഴിക്കൽ ഏകദേശം കാലിയായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു. നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ എല്ലാവർക്കും. എല്ലാവരും നല്ല ക്ലീനാക്കി വൃത്തിക്ക് കഴിച്ചു കേട്ടോ. അതായിരുന്നു ഏറ്റവും സന്തോഷമുള്ള കാര്യം. കാരണം ഫുഡ് അത്രയും ടേസ്റ്റ് ഉണ്ടായതുകൊണ്ടാണല്ലോ എല്ലാതും അടിപൊളിയായി കഴിച്ചത്. അപ്പോൾ ഒരു കഴിച്ച് നീച്ച പാടിനെ അത് ക്ലീൻ ചെയ്ത് ഞങ്ങൾ ലേഡീസ് ഇരിക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം കേട്ടോ. ഞങ്ങൾ ക്ഷമൊക്കെ നന്നായിട്ട് നശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വേഗം ഇല വിരിച്ച് ഗ്ലാമറൊന്നും നോക്കിയില്ല. ഞങ്ങൾ വേഗം എല്ലാം ഇട്ടേടെ സെറ്റാക്കിയാണ് ഇരിക്കുക എന്നുള്ള പ്ലാനിങ് ആയിരുന്നു. ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തെങ്കിൽ കൂടി എന്താണ് സ്റ്റാറ്റസ് വെക്കാൻ നല്ല ഭംഗിയുള്ള ഇലയിൽ നല്ല വൃത്തിക്ക് ഫുഡൊന്നും വെച്ചൊരു വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇലയിൽ നല്ല ഭംഗിക്ക് ഇത് വിളമ്പുക എന്നുള്ളൊരു പ്ലാനിലാണ് കേട്ടോ ഇതിങ്ങനെ വിളമ്പി കൊണ്ട് നിൽക്കുന്നത്. അതിൻ്റെ ഫൈനൽ ലുക്കിൻ്റെ പിക്ചറായിട്ടാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാം കഴിച്ചു കഴിഞ്ഞ സാറേ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ. അങ്ങനെ സദ്യ കംപ്ലീറ്റ് ആയി അടിപൊളി. എല്ലാവരും അഭിപ്രായം പറഞ്ഞാൽ അടിപൊളി അടിപൊളി അടിപൊളി. ഉമ്മമാർക്കൊക്കെ പ്രത്യേകം താങ്ക് യു പറയണം. താങ്ക് യു. ആ ക്യാമറയിൽ നോക്കി പറയാം താങ്ക് യു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പാത്രം കഴുകി വെച്ചു. ഏകദേശം രാത്രി 12 മണി കഴിക്കണേ പോലെ എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ കേട്ടോ. അതൊക്കെ ഓരോരുത്തരായി യാത്ര ആയി തുടങ്ങിയത്. എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം കുറേ സമയം അവർ നിന്നുങ്ങാണ്ട് പെട്ടെന്ന് പോകുമ്പോഴൊരു ഇടങ്ങാറ്. അപ്പോൾ അതൊക്കെ ടാറ്റ ബൈ ആക്കണ്ട്. അമ്മിമോൾ നല്ല കരച്ചിലായിരുന്നു. ലാസ്റ്റ് ഞങ്ങളും കൂടെ വണ്ടി എടുത്തുനിന്ന് പുറത്ത് പോയി കറങ്ങി വന്നിട്ടാണ് നമ്മളെ കരച്ചിലൊക്കെ നിന്ന് കേട്ടോ. ഇതാണ് ഞങ്ങളെ മെനു. അതായത് ഓരോരുത്തർ കുറച്ച് സാധനങ്ങളായിട്ട് വന്നേന് കേട്ടോ. ഞങ്ങൾ 4 ലേഡീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 ആളെയും മെനു ആണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇനി ഒരുപാട് കാലം കഴിഞ്ഞാൽ ഓർമ്മിക്കാനുള്ളൊരു സന്തോഷം കൂടിയാണ് എന്നുള്ള രീതിയിലാണ് ഈ മെനു അടക്കം അവിടെ കൊടുത്തിട്ടുള്ളത്.